ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. അതിന് ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് റവ എടുത്ത് പിന്നെ അതിലേക്ക് 1 കപ്പിന് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ആണ് എടുത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് സാധാ ചപ്പാത്തിയുടെ ആ ഒരു മാവിൻ്റെ ഒക്കെ പരുവത്തിൽ അത് നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ചെടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ടർക്കി നനച്ച് വെച്ച് കൊടുത്തു. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ഒരു ഗ്രീൻ പാനി തയ്യാറാക്കി. അതിന് ഞാൻ ഒരു ജാറിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 മുളക് ഇതും, പിന്നെ അതിൽ നമ്മുടെ ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തു. കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറും ആഡ് ചെയ്യാവുന്നതാണ്, വേണ്ടത് നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയുടെ നീരാണ് എടുത്തത്. പിന്നെ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്തു. ആ ഒരു ഗ്രീൻ കളറ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. പിന്നെ ഞാനിവിടെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ ഇവിടെ 3 ബൗളിൽ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം, ഈത്തപ്പഴം, പിന്നെ ശർക്കരയുടെ ഈ ഒരു പാനി എടുത്തു. ഈത്തപ്പഴം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ എടുത്തതാണ്. എൻ്റേത് ഭയങ്കര കട്ടിയുള്ള ഈത്തപ്പഴമായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പുളിവെള്ളം ആദ്യം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ഈത്തപ്പഴം ഇട്ട് കൊടുത്തു. ശേഷം ഞാൻ ആ ഒരു ശർക്കരയുടെ പാനി ഒഴിച്ചെടുത്തു. എന്നിട്ട് ഇതും 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അത്യാവശ്യം നല്ല കട്ടിയായി വരുന്ന ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പാനിപ്പൂരിയുടെ മെയിൻ ഘടനയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു സ്പൈസി, ഒരു മധുരം, ഇതെല്ലാം കൂടെ വന്നുള്ളൊരു മിക്സാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, മുളകും പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു ഡ്രൈ ആയി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചത് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, മുളകും പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ ഒരു പാനി നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കി കൊടുത്തു. അതിന് ഞാൻ ബോയിൽ ചെയ്ത് ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. പിന്നെ അതിലേക്ക് വേവിച്ച കടല ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് സവാള ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ടെടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് ഇടാവുന്നതാണ്, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇട്ടെടുത്തു. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടെടുത്തു. ഉപ്പും ആവശ്യത്തിന് ഇട്ടെടുത്തു. ലാസ്റ്റായിട്ട് ഞാൻ ഒരു ലെമൺ ജ്യൂസും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു റവയുടെ മാവ് എടുത്ത് നന്നായിട്ട് നൈസായി പരത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പാനിപ്പൂരി ഏതളവിലാണോ വേണ്ടത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ
അളക്കിൻ്റെ അടപ്പൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇത് ആ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. നല്ല നൈസായിട്ട് കിട്ടാൻ നോക്കണം, എന്നാലേ നമ്മുടെ പാനിപ്പൂരി നല്ല ഫൈനായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പം നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പരിവം പൊങ്ങി വരുന്നത് വരെ നമ്മൾ പാനിലിടുമ്പോൾ അത് അപ്പം തന്നെ പൊങ്ങി വരും. നന്നായിട്ട് ചൂടായ പാനിലിടാൻ ശ്രദ്ധിക്കുക. എൻ്റെത് ചിലത് കട്ടി കൂടുതലായതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊങ്ങാതെ ആയിപ്പോയി, ചിലത് നന്നായിട്ട് പൊങ്ങി. അപ്പോൾ ഫൈനലി ഇതാണ് എൻ്റെ പൂരി. പിന്നെ ആ ഒരു മിക്സ് ചെയ്ത് ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് കഴിക്കാനെടുത്തത്. നന്നായിട്ട് അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഞങ്ങൾ ആദ്യം ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ചെടുത്തു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാനി ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീണ്ടും പല വീഡിയോസായിട്ട് കാണാം.